ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബാത്റൂം പ്ലംബിങ് ചെയ്താൽ പ്ലംബിങ് ചെയ്യുമ്പോൾ നമ്മൾ കോർ കട്ടിങ് ചെയ്യാറുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ കോർ കട്ടിങ് ചെയ്ത് ഹോൾ എങ്ങനെ അടക്കാം എന്നുള്ളതും ബാത്റൂമിൻ്റെ പൈപ്പ് എങ്ങനെ ഹോൾ എങ്ങനെ അടക്കുന്നത് എന്നുള്ളൊരു വിഷ്വൽസാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ പൈപ്പ് ഹോൾ ചെയ്ത ഹോൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. നമ്മൾ അതിലുള്ള ആ പൊടിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഹോൾ അടക്കേണ്ടത്. ഇവിടെ നമ്മൾ പൈപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോൾ അടക്കാൻ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് അതിൻ്റെ അടിഭാഗത്തെ ഗ്യാപ്പ് അടക്കാനുള്ള ബാക്കപ്പ് റോഡാണ്. ഇത് നമുക്ക് 10 mm 6, 8, 12, 10 പിന്നെ അതുപോലെ 16 എല്ലാ അളവിലും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 6 mmൻ്റെതാണ്. കാരണം നമ്മൾ കറക്റ്റ് പൈപ്പിനുള്ള ഹോള് പൈപ്പ് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയുള്ള ഹോള് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പൈപ്പ് ഫുള്ള് കവറാകുന്ന രൂപത്തിലുള്ള റോഡാണ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മൾ ഫുള്ള് റോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുള്ള് അടച്ചു. ഇനി നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് നമ്മൾ സീക്കയുടെ 240 ആണ്. സീക്ക എന്ന് പറയുന്ന കമ്പനിയുടെ 240 എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഓവർ ലൂസായിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ടൈറ്റിൽ തന്നെ മിക്സ് ചെയ്യുക. കാരണം ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇത് ലൂസായിട്ട് പോരും. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തായിട്ട് നല്ല ടൈറ്റിൽ മിക്സ് ചെയ്തായിട്ട് നമ്മൾ ആ പൈപ്പിൻ്റെ ഇടയിൽ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇത് നമ്മൾ കുത്തി ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൈപ്പിൻ്റെ ഇടയിലേക്ക് നമ്മളങ്ങനെ മസിൽ പിടിച്ച് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക് അവരിങ്ങനെ ഇറങ്ങിപ്പോകും. നമ്മൾ ഉള്ള ഹോൾ നമ്മൾ അടിയിൽ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഇത് തനിയെ ഇങ്ങനെ ഇറങ്ങിപ്പോകും. ടോട്ടലി എല്ലായിടത്തേക്കും നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓവർ ലൂസാക്കരുത്. കാരണം നമ്മൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി ടൈം എടുത്ത് ഇത് ലൂസായി അങ്ങനെ ഇറങ്ങിപ്പോകും മൊത്തമായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാ ഹോളിലും നമ്മൾ മാക്സിമം ഇട്ട് കൊടുക്കുക. പിന്നെ അതിങ്ങനെ നമുക്ക് തന്നെ ഇറങ്ങിപ്പോകുന്നത് കാണാം. നമ്മൾ ഇടുന്നതനുസരിച്ച് നമ്മളങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണാം. ഈ സീക്കയുടെ പ്രൊഡക്റ്റ് പോലെ തന്നെ നമുക്ക് ആർഡക് എൻഡൂറയുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലീക്കേജ് അടക്കാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റും ഉണ്ട്. നമ്മൾ പൊതുവെ ഉപയോഗിക്കൽ ഈ സീക്ക എന്ന് പറയുന്ന കമ്പനിയുടെ 240 ആണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഉപയോഗിച്ചതിലായിട്ട് നന്നായിട്ട് തോന്നിയത് ഈ കമ്പനിയുടേതായത് കൊണ്ടാണ് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇതങ്ങനെ തനിയെ ഇറങ്ങിയിട്ട് എല്ലാ ഹോളും ഫില്ലായി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിറങ്ങിപ്പോകുന്നത്. നമ്മൾ ഒരിക്കലും ഇതിലേക്ക് സിമെൻറ്റ് ഫില്ല് ചെയ്യരുത്. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്താൽ മാത്രം മതി. സിമെൻറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഒരു ഫ്ലോ കിട്ടില്ല. ഇതിങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു ഫ്ലോ നമുക്ക് സിമെൻറ്റ് ഉപയോഗിച്ചാൽ കിട്ടില്ല. ഈ മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ ഹോളും അടക്കാൻ ശ്രമിക്കുക. ഇത് ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു പാട പോലെ ഇങ്ങനെ നമുക്ക് ഒരു എണ്ണമയമുള്ള ഒരു പാട പോലെ ഇങ്ങനെ നമുക്ക് മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഇത് നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ മുകളിൽ എന്താകാൻ പറ്റുള്ളൂ, കോൺക്രീറ്റ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമ്മൾ കോൺക്രീറ്റ് ഇടൽ തുടങ്ങി. ഇവിടെ നമ്മൾ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഫുള്ള് കഴിഞ്ഞു. ബാക്കി ഫ്ലഷ് ടാങ്ക് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.